നാം മോഹത്താൽ ബന്ധനസ്ഥയാണ് ഗോവിന്ദ. എന്നാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രാപ്തമായാലും നമുക്ക് യാതൊരു സുഖവും പ്രാപ്തമാവുകയില്ല. സുഖത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് നാം എപ്പോഴാണ് പറഞ്ഞത് സഖി? പ്രതികാരം, അഭിമാനം, സമ്പത്ത് എന്നീ കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്യണമെന്ന പരാമർശം നാം എപ്പോഴാണ് നൽകിയത്? ഈ യുദ്ധം വാസ്തവത്തിൽ സമൂഹത്തിന്റെ സുഖത്തിന് വേണ്ടി മാത്രമാണ് നടത്തുന്നത് സഖി. ധർമ്മികളെയെല്ലാം നശിപ്പിക്കുവാനും ധർമ്മം പുനഃസ്ഥാപിക്കുവാനും വേണ്ടി നമുക്ക് ഈ യുദ്ധം ചെയ്യേണ്ടി വരികയാണ് സഖി. ഇത്രയും വലിയൊരു ത്യാഗം നാം തന്നെ ചെയ്യേണ്ടി വരുന്നത് എന്താണ് ഗോവിന്ദ? കാരണം എന്താണ്? ശ്രവിക്കൂ സഖി. മനുഷ്യ സമൂഹം നിർമ്മിച്ചെടുത്ത നീതിയും ആദർശവും പിന്നെ ധർമ്മവും, ഇവ മൂന്നും സമുദ്രതീരത്ത് നിർമ്മിച്ചിരിക്കുന്ന മണൽത്തരി കൊണ്ടുള്ള ഭവനം പോലെയായിരിക്കും. കാലത്തിന്റെ പ്രഹരങ്ങളാൽ ഇവയെല്ലാം നിരന്തരം തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവയെല്ലാം നിരന്തരം നിർമ്മിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നീതിയും ആദർശവും പിന്നെ ധർമ്മവും എല്ലാം ഈ സൃഷ്ടിയിൽ നിന്നും നശിക്കുന്നതായിരിക്കും. കുറച്ചു മനുഷ്യർക്ക് മാത്രമേ ഈശ്വരൻ ആ ശക്തി പ്രദാനം ചെയ്യുകയുള്ളൂ. ആ ശക്തി ധർമ്മം പുനഃസ്ഥാപിക്കുവാനുള്ള ശക്തിയാണ്. ആർക്കാണോ ആ ശക്തി പ്രാപ്തമായിട്ടുള്ളത്, അവർ അവരുടെ സമസ്തവും പരിത്യജിച്ചുകൊണ്ട് ധർമ്മത്തിനു വേണ്ടി സംഘർഷം നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതിനി ഭഗവാൻ ശ്രീരാമചന്ദ്രനാണെങ്കിലും ഭഗവാൻ പരശുരാമനാണെങ്കിലും വിഷ്ണുവിന്റെ വാമനാവതാരമാണെങ്കിലും ശരി, ധർമ്മം സ്ഥാപിക്കുവാൻ വേണ്ടി സംഘർഷം നടത്തുന്നവരെ മാത്രമാണ് ഈ പ്രപഞ്ചം സദാ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കൂ സഖി, ധർമ്മത്തിനു വേണ്ടി സംഘർഷം നടത്തുകയെന്നത് ഒരു കർത്തവ്യമല്ല, അതൊരു നിർണയമാണ്, ഒരു ദൃഢനിശ്ചയമാണ്. നിന്നെ സംബന്ധിച്ചും ഈ യുദ്ധം എന്നത് ഒരു കർത്തവ്യമല്ല, സമൂഹത്തിന് വേണ്ടി കൈക്കൊണ്ടിരിക്കുന്ന ഒരു ദൃഢനിശ്ചയമാണത്. എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഈ ദൃഢനിശ്ചയത്തെ ഉപേക്ഷിക്കുവാനും കഴിയും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിനക്ക് പുത്രൻ, പതി, പൗത്രൻ ഇവരുടെ എല്ലാം സുഖവും പ്രാപ്തമാകുന്നതായിരിക്കും. എന്നാൽ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ പോലെ നീയും സമയത്തിന്റെ പ്രവാഹത്തിൽ നഷ്ടപ്പെടുന്നതായിരിക്കും സഖി. നിന്റെ ജീവിതം വ്യർത്ഥമായി തീരുകയും ചെയ്യും. അതുപോലെ നീ കാരണം ആർക്കും യാതൊരു നേട്ടവും പ്രാപ്തമാവുകയുമില്ല. ഈശ്വരനാണ് നിനക്ക് വിശിഷ്ടമായ ശക്തികൾ പ്രദാനം ചെയ്തിരിക്കുന്നത്. ആ ഈശ്വരന്റെ വിശ്വാസങ്ങൾ തകർന്നു പോകുന്നതായിരിക്കും.